സിനോജ് തോമസ് കൂടി ചേരുന്നുണ്ട്. സിനോജ് അവരുടെ അർജുൻ്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നത്. സിനോജ്, ഇതിന് ശേഷം ഇന്നലെ ആ ഒരു മൊബൈൽ ഓണാവുകയും ഒപ്പം ലോറിയുടെ ഒരു സിഗ്നൽ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കുടുംബവും നമ്മൾ മലയാളികൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ അർജുൻ്റെ ആ ഒരു വിവരം, അർജുൻ തിരിച്ചു വരവിനെ കാത്തിരിക്കുകയാണ് കുടുംബം. ഇന്നിപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നീട് ഇവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, കുടുംബത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട്? ശ്രുതി, പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ അർജുന്റെ കുടുംബവും നാടും കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി. രക്ഷാപ്രവർത്തകർ അർജുന്റെ ലോറിക്കടുത്തെത്തി അർജുനെ സുരക്ഷിതനായി തിരിച്ചു കൊണ്ടുവരുന്ന വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാവിലെയാണ് അർജുന്റെ ഫോണിലേക്ക് വിളിച്ച സമയത്ത് ഫോൺ റിങ് ചെയ്തത്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ലോറിയിൽ നിന്നുള്ള GPS സിഗ്നലും പിന്നീട് ലഭിച്ചിട്ടില്ല. അതായത് ഈ ചൊവ്വാഴ്ച രാവിലെ 8:45 കൂടിയാണ് ഈ അപകടം അവിടെ സംഭവിച്ച ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ 4-ാം നാൾ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് സർവ്വസജ്ജമായി കർണാടക സർക്കാർ തെരച്ചിലിന് വേണ്ടി ഇറങ്ങുന്നത് തന്നെ. അതും മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കുകയും സംസ്ഥാന സർക്കാർ ഇടപെടുകയും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും കോഴിക്കോട് MP ഒക്കെ തന്നെ ഇടപെട്ട ശേഷം മാത്രമാണ് കൂടുതൽ സേനാംഗങ്ങൾ NDRFന്റെയും ഒപ്പം തന്നെ നേവിയുടെയും സേന അവിടേക്ക് സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ 4-ാം നാൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു 8ഓളം JCB ഉപയോഗിച്ചാണ് ഇന്നലെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ആരംഭിച്ചത്. പക്ഷേ ലോറിയുടെ അടുത്തേക്ക് ഇതുവരെ എത്താൻ സാധിച്ചില്ല എന്നൊരു നിരാശാജനകമായ കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജ്ജീകരണങ്ങളോടെ റഡാറൊക്കെ എത്തിക്കുന്നെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കർണാടകയാണ് കൂടുതൽ ഖനിയുള്ള പ്രദേശമാണ്. ഖനികളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന വലിയ ബുൾഡോസറുകളുണ്ട്, മണ്ണൊക്കെ നീക്കാനും കല്ല് പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികളുണ്ട്. അതൊക്കെ തന്നെ അവിടെ എത്തിച്ചുകൊണ്ടുള്ള വേഗത്തിലുള്ള ഒരു മണ്ണ് നീക്കവും കല്ലും നീക്കി ഈ GPS കണ്ട ലോറി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി അർജുനുള്ള ലോറിയുടെ അടുത്തേക്ക് എത്തണമെന്നാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആവശ്യം. പക്ഷേ രക്ഷാപ്രവർത്തകർ പറയുന്നത് ഈ പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് വേഗത്തിൽ മണ്ണെടുത്താൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഇന്നലെ തന്നെ മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ അവിടെ പുറത്തേക്ക് വന്നതാണ്. ഈ ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷിരൂരിൽ വലിയ രീതിയിൽ കുത്തനെയാണ് അവിടെ മണ്ണിടിച്ചിരിക്കുന്നത്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. കനത്ത മഴ പ്രദേശത്ത് ഉണ്ടെന്ന് അഭിലാഷ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്നലെ അവിടുത്തെ ഉത്തര കന്നഡ SP-യും കളക്ടറൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തകരുടെ ജീവൻ കൂടി പരിഗണിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ 100-അംഗ സംഘം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ സേനാംഗങ്ങളെ കൂടി ഇറക്കണമെന്നാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇന്നലെ 100-അംഗ സേന എത്തിയെങ്കിലും മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങൾ കുറച്ചും കൂടി ഇറക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പുഴയിലേക്ക് ലോറി പോയിട്ടില്ല എന്ന് തുടക്കം മുതൽ തന്നെ ലോറിയുടെ ഉടമകളും വീട്ടുകാരും മറ്റ് ലോറി ഡ്രൈവേഴ്സും പറയുന്നുണ്ടായിരുന്നു. കാരണം GPS കറക്റ്റായിട്ട് കാണിക്കുന്നത് എവിടെയാണോ അർജുൻ ലോറി പാർക്ക് ചെയ്തത് അവിടെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോറി പുഴയിലേക്ക് ഒരിക്കലും ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല. കാരണം ഈ 40 ടണ്ണോളം വരുന്ന ഭാരമുള്ള ലോറിയാണ്, തടിയുണ്ട്. അതുകൊണ്ട് എത്ര ശക്തിയിൽ ഈ മണ്ണ് ഒലിച്ചു വന്നാലും ലോറി പുഴയിലേക്ക് പോകില്ല. കാരണം 6 വരി പാതയുടെ ഈ മൺതിട്ടയോട് ചേർന്ന ഭാഗത്താണ്, അതായത് മംഗലാരം വശത്തേക്കാണ് ലോറി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ലോറി ഈ റോഡ് ക്രോസ് ചെയ്ത് പുഴയിലേക്ക് പോകില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സംശയ നിവാരണത്തിന്റെ ഭാഗമായിട്ടാണ് നേവി സംഘം ഇന്നലെ സ്കൂബ ടീം പുഴയിലിറങ്ങി പരിശോധന നടത്തുകയും ലോറി പുഴയിലില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ലോറി മണ്ണിനടിയിലുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതിന്റെ അടുത്തേക്ക് എത്തുകയാണ് ഇനിയുള്ള ശ്രമകരമായ ജോലി എന്ന് പറയുന്നത്. ഉത്തര കന്നഡ SP ഇന്നലെ രാത്രി നമ്മളോട് പറഞ്ഞതുപോലെ ഏകദേശം അതിന്റെ അടുത്ത് വരെ എത്തി എന്ന് പറയുന്നു. അതായത് ഇന്നലെ ലോറിയുടെ ഡ്രൈവറും അനുജനൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരെയും കൂട്ടിയാണ് ഈ രക്ഷാപ്രവർത്തകർ അതിന്റെ അടുത്തേക്ക് പോയത്. പക്ഷേ ഈ വലിയ മൺകൂനി ആയതുകൊണ്ട് അവർക്ക് നടന്നു പോവുകയൊക്കെ തന്നെ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. കാല് താന്നു പോകുന്നുണ്ടെന്ന് ഇന്നലെ തന്നെ ലോറിയുടെ ഉടമകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് പൂർണ്ണമായും ഈ റോഡിൽ നിന്ന് മാറ്റിയാൽ പോലും ചെളിയൊക്കെ തന്നെയുണ്ട്. അങ്ങനെ റോഡ് വൃത്തിയാക്കി മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ഈ ലോറി കിടക്കുന്ന സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ലോറി നിർത്തിയിട്ട് ചൊവ്വാഴ്ച പുലർച്ചെ 3:30 കൂടിയാണ് അർജുൻ ആ സ്ഥലത്ത് എത്തുന്നത്. അതായത് കർണാടകയിൽ നിന്ന് തടി കയറ്റി മലപ്പുറം എടവണ്ണയിലേക്ക് വരികയായിരുന്നു. പുലർച്ചെ 3:30 കൂടി ആ ലോറി അവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മറ്റൊരു സമീർ എന്ന് പറയുന്ന കോഴിക്കോട് മാങ്കാവിലുള്ള മറ്റൊരു ലോറി ഡ്രൈവർ, ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇതേ ലോറി ഓടിച്ചിട്ടുള്ള ഡ്രൈവറുമായി പുലർച്ചെ സംസാരിച്ചിട്ടുണ്ട്. വലിയ മഴയാണ്, ഞാനിവിടെ വണ്ടി നിർത്തിയിടുകയാണ്, വിശ്രമിച്ചുറങ്ങിയ ശേഷം മാത്രമേ യാത്ര തുടരുകയുള്ളൂ, ബുധനാഴ്ച രാവിലെയോടുകൂടി എടവണ്ണയിൽ എത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് രാവിലെ അദ്ദേഹം ഫോൺ വെക്കുന്നത്. അതിനുശേഷമാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ നാട്ടുകാരും ഈ ലോറിയുടെ ഉടമയൊക്കെ തന്നെ അന്വേഷിക്കുന്നതും ലോറിയുടെ GPS നോക്കുമ്പോൾ ലോറി അവിടെ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ വാർത്തയെ പുറത്തേക്ക് വരാനും ചർച്ച ചെയ്യപ്പെടാനും കുറച്ച് ദിവസം എടുത്തു. 4-ാം ദിവസമാണ് ഇത് ചർച്ചയാവുന്നത്. കാരണം 3-ാം ദിവസം രാത്രിയാണ് അർജുന്റെ കുടുംബം കോഴിക്കോട്ടെ MP MK രാഘവന്റെ അടുത്ത് പോയി സംസാരിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ
കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. MP കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും വിളിക്കുന്നു, ഇത് വാർത്തയാകുന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ പോലും സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതും അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാർ സജീവമായി ഇടപെട്ട ശേഷമാണ് കർണാടക സർക്കാർ കൂടുതൽ ഊർജ്ജസ്വലരായി ഈ തിരച്ചിലേക്ക് ഇറങ്ങുകയും ഇന്നലെ NDRF സംഘത്തെ ഇറക്കുകയും നേവി സംഘത്തെ വിളിക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ സജ്ജീകരണങ്ങൾ കൊണ്ടുവരണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. അതായത് ഈ മണ്ണ് നീക്കുക എന്നതാണ് ഏറ്റവും മുന്നിലുള്ള കടമ്പ എന്ന് തടസ്സമെന്ന് പറയുന്നത്. അത് സുരക്ഷിതമായി മലയിടിയാതെ, അതായത് രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു അപകടവും സംഭവിക്കാതെ ആ മണ്ണ് നീക്കം ചെയ്ത് അർജുൻ കിടക്കുന്ന ലോറിയുടെ ക്യാബിന്റെ അടുത്തേക്ക് എത്തുക എന്നത് ഒരു ശ്രമകരമായ ജോലിയാണ്. അത് ഇന്ന് ഒരു ശുഭകരമായ ഒരു വാർത്ത അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ ഉള്ളത്. ശ്രുതി, വ്യക്തമാണ്. അത് തന്നെയാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആ കുടുംബത്തിനൊപ്പം, അർജുന്റെ കുടുംബത്തിനൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അർജുന്റെ മടങ്ങി വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കർണാടക അങ്കോലയിലാണ് മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതാകുന്നത്. കോഴിക്കോട് സ്വദേശിയാണ് അർജുനായുള്ള തെരച്ചിൽ ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും എന്നുള്ളതാണ്. 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ SDRF അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റ് സംഘങ്ങൾ എത്തിയ ശേഷം പുനരാരംഭിക്കും. 5:30 ആരംഭിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ ഒരു തെരച്ചിൽ പുനരാരംഭിക്കാൻ കുറച്ച് വൈകുന്നത്. എന്തായാലും 7 മണിയോട് കൂടി തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ ഒരു ശുഭവാർത്ത എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. AK അഭിലാഷും ഒപ്പം സിനോജ് തോമസുമാണ് വിശദാംശങ്ങൾ നൽകിയത്.